യുകെയിൽ നാടുകടത്താൻ കാത്തിരിക്കുന്ന വിദേശ കുറ്റവാളികൾക്കും അനധികൃത കുടിയേറ്റക്കാർക്കും ഫസ്റ്റ് ക്ലാസ് ആരോഗ്യ സേവനങ്ങൾ നൽകാൻ ഡോക്ടർമാർക്ക് വൻ ശമ്പള വാഗ്ദാനം ചെയ്യുന്നത് രാഷ്ട്രീയ വിവാദമാണ്. ഇമിഗ്രേഷൻ സെന്ററുകളിൽ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർമാർക്ക് പ്രതിവർഷം 1,30,000 ഏകദേശം 1.45 കോടി രൂപ വരെയാണ് ശമ്പളമായി വാഗ്ദാനം ചെയ്യുന്നത്. ബ്രിട്ടനിലെ സാധാരണ ആരോഗ്യ സേവനമായ NHS-ൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരുടെ ശരാശരി ശമ്പളത്തെക്കാൾ ഇരട്ടിയോളമാണ് ഈ മേഖലയിൽ വാഗ്ദാനം ചെയ്യപ്പെടുന്നത്. ഇതാണ് ജനങ്ങൾക്കിടയിൽ അമർഷത്തിന് കാരണമായത്. NHS-ൽ ഒരു GP ഡോക്ടർക്ക് ശരാശരി ശമ്പളം 79,000 പരമാവധി ലഭിക്കുന്നത് 1,20,000 വരെ. എന്നാൽ കുടിയേറ്റ കേന്ദ്രങ്ങളിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രതിദിനം 520 അതായത് 55,000 രൂപ വരെ ലഭിക്കുന്നുണ്ട്. ബ്രിട്ടീഷ് നികുതിദായകർ ഒരു ഡോക്ടറെ കാണാൻ ആഴ്ചകളോളം കാത്തിരിക്കേണ്ടി വരുമ്പോൾ നിയമവിരുദ്ധമായി രാജ്യത്ത് എത്തിയവർക്ക് സർക്കാർ റെഡ് കാർപ്പറ്റ് ട്രീറ്റ്മെന്റ് നൽകുകയാണെന്ന് ഷാഡോ ഹോം സെക്രട്ടറി ക്രിസ് ഫിലിപ്പ് കുറ്റപ്പെടുത്തി. ഇതൊരു വലിയ നാണക്കേടാണ്. നമ്മുടെ പണം ഉപയോഗിച്ച് കുടിയേറ്റക്കാരെ ഇത്രയധികം ലാളിക്കുന്നത് കൊണ്ടാണ് യൂറോപ്പിൽ നിന്നുള്ളവർ ഇംഗ്ലീഷ് ചാനൽ കടന്ന് ഇങ്ങോട്ട് ഒഴുകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹീത്രൂ IRCയിലേക്കാണ് ഇപ്പോൾ നിയമനം നടക്കുന്നത്. 820 അന്തേവാസികളാണ് ഇവിടെയുള്ളത്. മികച്ച ചികിത്സയ്ക്ക് പുറമെ ഇവർക്ക് ഷോപ്പിംഗ് ഡിസ്കൗണ്ടുകളും സാമ്പത്തിക സഹായവും വരെ തൊഴിൽ പരസ്യത്തിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നേരത്തെ നാടുകടത്താൻ ഒരുങ്ങുന്ന കുടിയേറ്റക്കാർക്ക് ബലൂൺ ക്രാഫ്റ്റ്, പൂക്കളുടെ അലങ്കാരം, പെയിന്റിങ്, ഹെയർ ഡ്രസ്സിംഗ് എന്നിവ പഠിപ്പിക്കാൻ അധ്യാപകരെ തേടി ഇതേ കേന്ദ്രം പരസ്യം നൽകിയത് വലിയ വിവാദമായിരുന്നു. ഹോം ഓഫീസ് നിയമമനുസരിച്ച് തടങ്കലിലുള്ള കുടിയേറ്റക്കാർക്കും സാധാരണ ജനങ്ങൾക്ക് ലഭിക്കുന്ന അതേ നിലവാരത്തിലുള്ള ചികിത്സയ്ക്ക് അർഹതയുണ്ട്. എന്നാൽ ഡോക്ടർമാർ നൽകുന്ന മെഡിക്കൽ റിപ്പോർട്ടുകൾ ഉപയോഗിച്ച് തങ്ങൾ പീഡനത്തിന് ഇരയായവരാണെന്നോ മാനസികമായി തളർന്നവരാണെന്നോ കാണിച്ച് കുടിയേറ്റക്കാർ നാടുകടത്തലിൽ നിന്ന് ഇളവ് നേടാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അധികൃതർ സംശയിക്കുന്നു. ഇത് പലപ്പോഴും അവരുടെ അഭയാർത്ഥി അപേക്ഷകൾ പുനഃപരിശോധിക്കാനും ജാമ്യം ലഭിക്കാനും കാരണമാകുന്നു. ഈ നിയമനങ്ങൾ ഹോം ഓഫീസ് നേരിട്ടല്ല നടത്തുന്നതെന്നും സ്വകാര്യ കരാറുകാരാണ് ശമ്പളം നിശ്ചയിക്കുന്നതെന്നും സർക്കാർ വക്താവ് അറിയിച്ചു. അനധികൃത കുടിയേറ്റം തടയാൻ കർശനമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ഇതിനകം 50,000 പേരെ നാടുകടത്തിയിട്ടുണ്ടെന്നും സർക്കാർ വിശദീകരിച്ചു. ബിലാത്തി വാർത്തകൾക്ക് വേണ്ടി സജി പുലിക്കാട്ടിൽ, UK.